ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വെൽക്കത്തിന് വലിയ ഉന്മേഷമൊന്നും പ്രതീക്ഷിക്കരുത്. രാത്രി നേരത്തെ കിടന്നാലും രാവിലെ നേരത്തെ എണീക്കല് കുറച്ചടങ്ങാറാണ്. ഈ കിടക്കപ്പായെന്ന് എണീക്കാൻ ഒരു ഇമ്മിഷ്ടം. Good morning, guys. ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരാൾ കണ്ണു മിഴിച്ച് കിടപ്പുണ്ട്. ആരെയാ നോക്കണേ സു? ഇച്ചിരി ഉറങ്ങുന്നു, ഇച്ചിരി ആളോ ഉറങ്ങുന്നു, പിന്നെ ഇച്ചിരി എണീക്കു. 9 മണിയായി, റെഡിയാവാം. നീ എനിക്ക് കുറച്ചുകൂടെ കിടക്കട്ടെ. എന്നാ ഒരു ലൈഫാന്നാ. പാല് കുടിക്കുക, ഉറങ്ങുക, അപ്പിടുക, റിപ്പീറ്റ്. പിന്നെ ചുറ്റും പരിചാരക സംഘവും. ഇന്ന് രാവിലെ ഉടായ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇന്നലെ ടെസ്കോയിൽ പോയി മേടിച്ചത് വെക്കുക. പാല്, പഞ്ചസാര, ബ്രെഡ്, ന്യൂട്ടല്ല. മമ്മി ഓൾറെഡി ചായ കുടിച്ചു. മാക്സിന് അവൻ്റെ കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ചെറുപ്പം തൊട്ടേ ചായയും കാപ്പിയും കുടിക്കൂല. അലർജി ആയിട്ടൊന്നുമല്ല, അങ്ങനെ ഒരു ശീലമില്ല. പിന്നെ വലുതായപ്പോൾ എനിക്ക് തോന്നി അതൊരു നല്ല ശീലമാണ്. കാരണം ചിലർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ, കാപ്പി കുടിച്ചില്ലെങ്കിൽ തലവേദനയൊക്കെ വരില്ലേ. എനിക്കിപ്പോൾ അങ്ങനെ ഒരു വയ്യാവേലിയില്ല. ഇവിടെ ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ യാത്ര മുഴുവൻ വെള്ളം ഇടിയിച്ചത് സ്ലീപ്പ് സ്യൂട്ടാ. അതാവുമ്പോൾ തണുപ്പടിക്കത്തില്ല, ബോഡി മൊത്തം അങ്ങ് കവർ ആയിക്കോളൂ. കുഞ്ഞിക്കാലം എന്തിയേ? മമ്മ പഠിപ്പിച്ചു കൊടുത്ത് എക്സസൈസ് ചെയ്യുക കൊച്ച്. ആണോ മുത്തേ? അമ്മേനെ കൊച്ചു പഠിപ്പിച്ചോ, കൊച്ചിന്റെ മമ്മ പഠിപ്പിച്ചോ? ഏതാപ്പോ? വേറെ നേരെ തിരിച്ചാവുന്ന സത്യം അല്ലേ മുത്തേ? അല്ലേ മുത്തേ? മമ്മയാരാ മോള്? കണ്ടോ? സുമമ്മ ഒരു ടീമാ. ഡാഡനെ കഷ്ടപ്പെടുത്തും ഞങ്ങള്. കൈ എല്ലാം കൂടി വായിലേക്ക് കൊണ്ടു. എന്നെ നാറ്റിക്കാൻ വേണ്ടിയാ. നീ പാല് കുടിച്ചല്ലേടി? നീ പാല് കുടിച്ചല്ലേ സു? എന്നെ നാറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ കുടിച്ചോണ്ട്. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ പിള്ളേര് വായി കഴുന്നത് വിശപ്പ് കൊണ്ട് മാത്രമല്ല കേട്ടോ. അവരതൊരു സെൽഫ് കംഫർട്ടിങ് ബിഹേവിയർ ആയിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അതൊരു എക്സസൈസ് പോലെയാണ്. ഈ കൈ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പിള്ളേർ തന്നെ എക്സ്പ്ലോർ ചെയ്യാണ്. മറ്റ് ചിലപ്പോൾ ഈ ടീത്തൊക്കെ വരുന്നതിന്റെ ഡിസ്കംഫർട്ട്. റെഡിയായോ ഇസു? മമ്മയെ റെഡിയായല്ലോ. ഇന്ന് ഞാൻ ഈ ഔട്ട്ഫിറ്റാണ് ഇടുന്നത്. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. ഒരു സിമ്പിൾ ജീൻസ്, അതിൻ്റെ കൂടെ മാച്ചിങ് വൈറ്റ് ടാങ്ക് ടോപ്പും, അതിൻ്റെ മേളിലൊരു ഓവർ സൈസ്ഡ് യെല്ലോ ഷർട്ടും. ഇതാണ് ഇന്നത്തെ എൻ്റെ ഷൂ. ഇന്നലെ ഇട്ടതും ഇതേ ഷൂ തന്നെയാണ്. അതിൻ്റെ ചെളിയൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. റോക്കറ്റ് പട്ടി ഷൂ. അച്ചടാ, എൻ്റെ കൊച്ചുറങ്ങി. എൻ്റെ കൊച്ചിനെ നൈസായി ഉറക്കി കിടത്തി മാക്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനും മമ്മിയും കൂടി നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡിൽ പോവാണ്. ഇതെന്തൊരു തള്ളയാ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? തോക്കി കയറി വെടിവെക്കാതെ സുഹൃത്തെ, കാര്യമുണ്ട്. ഞാനിപ്പോൾ മമ്മിയെ മ്യൂസിയത്തിൽ കൊണ്ടാക്കാനാണ് പോണത്. തിരിച്ചു വന്നിട്ട് വേണം ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാനും VFS ഓഫീസിൽ പോകാനും, ഇസുവിൻ്റെ പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റിനും വേണ്ടി. അപ്പോൾ അവിടെ മമ്മി പോസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂസിയത്തിൽ കൊണ്ടാക്കുന്നത്. മ്യൂസിയം സംഭവ ബഹുലമാണ്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കണ്ടന്റ് മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ മമ്മിക്ക് ബോറടിക്കത്തില്ല. സിറ്റിക്കകത്തേക്ക് കയറിയാൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഊബറിന് ചുറ്റുന്നത്. ഊബർ വലിയ കോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ചീപ്പാണ്. ഓവർ വെയിറ്റിംഗ് ടൈമും ഇല്ല. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിലെത്തി. രാവിലെ തന്നെ മ്യൂസിയത്തിൽ നല്ല തിരക്കാണ്. അത് ഈ പിള്ളേര് സെറ്റൊക്കെ എക്സ്കേർഷന് വന്നിട്ടുണ്ട്. ഇവിടെ എൻട്രി ഫീ ഇല്ല കേട്ടോ. ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ഉള്ളിൽ വലിയ തണുപ്പില്ല. സോ മമ്മി ഇവിടെ സേഫ് ആയിരിക്കും. ഓൾ സെറ്റ്. മ്യൂസിയത്തിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ പോലെ തന്നെയുണ്ട്. 3-4 നിലയുള്ള വലിയ മ്യൂസിയമാണിത്. ഓരോ നിലയിലേക്കും പോകാൻ ലിഫ്റ്റ് സർവീസും ഉണ്ട്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ ടിപ്പു സുൽത്താൻ്റെ വാളിരിപ്പുണ്ടായിരുന്നു. ഏറ്റവും താഴത്തെ നിലയിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഞാൻ മമ്മീനെ പെട്ടെന്നെല്ലാം ഒന്ന് ചുറ്റി കാണിച്ചിട്ട് നൈസായിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാണ്. ടാസ്കി വിളിയടാ ടാസ്കി. നമ്മൾ ചില ടാക്സി കയറുമ്പോഴേ ഈ ടാക്സി ഡ്രൈവേഴ്സിന് കുശലം ചോദിക്കൽ കൂടുതലാണ്. അവർക്ക് നമ്മുടെ നാളും ജാതകം ഒക്കെ അറിയണം. എനിക്കാണെങ്കിൽ ആ സ്വഭാവം ഇഷ്ടമേ അല്ല. സോ ഞാനിങ്ങനെ ജാടെ അഭിനയിച്ച് ഫോണിലൊക്കെ സംസാരിക്കുന്ന പോലെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അവർ പ്ലസൻ്റ് ആയിരിക്കണം. ഇറ്റ്സ് പാർട്ട് ഓഫ് ദർ ജോബ്. അത് മനസ്സിലാക്കാം. അതുക്കും മേലെ ആവശ്യമില്ലല്ലോ.
അങ്ങനെ ഞാൻ ഹോട്ടലിൽ തിരിച്ചെത്തി, പെട്ടിയൊക്കെ എടുത്ത് വണ്ടി കയറ്റി ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്തു. ഇപ്പം ഞങ്ങൾ 3 പേരും കൂടി VFS ഓഫീസിൽ പോവാണ്. യൂറോപ്പിൽ റോഡ് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീഷയായി പോവോ? ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ചിൽ ഞെക്കിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് സിഗ്നലിൽ ആൾ നടന്നു പോകുന്ന രീതിയിൽ ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ ക്രോസ് ചെയ്യണം. ഇതൊക്കെ അറിയാവുന്നവരങ്ങ് ക്ഷമീര്. എൻ്റെ മമ്മിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇല്ല നടന്നോ. എങ്ങനെയുണ്ട് ഇസുവിൻ്റെ പുതിയ ക്യാരിയർ ബാഗ്? ബേബി ബിയോൺ അങ്ങനെ എന്തോ ആണ് ആ ബ്രാൻഡ് പ്രൊണൗൺസ് ചെയ്യുന്നത്. അവരുടെ ബേബി കാരിയർ ഹാർമണി ബാഗാണിത്. സംഭവം കൊള്ളാം. ഇസു ഭയങ്കര കംഫർട്ടബിൾ ആണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ VFS ഓഫീസിലെത്തി. ഹോട്ടലിൽ നിന്നാകെ 6 മിനിറ്റേ ഉള്ളൂ. ഞങ്ങൾ ഇതിനു മുമ്പ് മാഞ്ചസ്റ്ററിലുള്ള VFSൽ പോയിട്ടുണ്ട്, എൻ്റെയും മാക്സിൻ്റെയും പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ചുകൂടി വലിയ VFSും ആണ്, സർവീസും കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നി. ഇവിടെ വന്നിട്ട് ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റി, പാസ്പോർട്ടിന്റെ കാര്യം ശരിയായില്ല. ഒക്ടോബർ 13 ശേഷം ആപ്ലിക്കേഷൻ ഫോം മാറിയത്രേ. തലവേദന കേസ്. ഇതിനുവേണ്ടി ഞങ്ങൾ 3 പേരും പോയി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. ഒരു 7 വർഷത്തിന് ശേഷമായിരിക്കും ഞാൻ എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നത്. ഇതിൽ ഇസുവിനെ കാണാൻ ആരെപ്പോലെ ഉണ്ട്? ചിലർ പറയും എന്നെ പോലെ ഉണ്ടെന്ന്, ചിലർ പറയുന്നത് മാക്സിനെ പോലെ ഉണ്ടെന്ന്, ആർക്കറിയാം. സോ അവിടെ പറഞ്ഞ് ഞങ്ങൾ നേരെ മമ്മീനെ പിക്ക് ചെയ്യാൻ വേണ്ടി മ്യൂസിയത്തിലേക്ക് പോകും. അപ്പോഴാണ് ഇവിടെ ഒരാൾ, നിന്റെ ഫോണിലല്ലേ നീ എല്ലാം ബുക്ക് ചെയ്തത്? എന്താ പറയാ, ഫോൺ ക്യാബിൽ വെച്ച് വലിയ മിടുക്കനാ. എന്നെ എല്ലാത്തിനും പേടിപ്പിക്കുന്ന. എന്റെ കയ്യിൽ നീ ഫോൺ തന്നിട്ടില്ല, ഫോൺ ക്യാബിൽ വെച്ച് മറന്ന്. നല്ലൊരു ക്യാബ് ഡ്രൈവർ ആയതുകൊണ്ട് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി കൊണ്ടേ തരാന്ന്. ഷെരീഫ് കോട്ട് എഡിൻബ്രോ. ഇവിടെ പോയിട്ട് ഡിവോഴ്സ് ഫയൽ ചെയ്താലോ? ഇത്ര സൂക്ഷ്മതയില്ലാത്ത ഒരാള്. ഒരു പാകിസ്ഥാനി ക്യാബ് ഡ്രൈവർ ആയിരുന്നു കേട്ടോ. പുള്ളി ശരിക്കും നല്ല മനുഷ്യനായതുകൊണ്ട് കൊണ്ടു തന്നെയാ. അല്ലെങ്കിൽ ആർക്കുണ്ട് ഇവന്റെ ഫോൺ കൊണ്ടു തരേണ്ട ആവശ്യം? ഞാൻ എന്തായാലും എനിക്ക് കിട്ടിയ അവസരം മുതലാക്കി. ഈ ലിവ്യനായി, വിഷണ്ണനായി, ഏകാന്തനായി അവൻ നിന്നു. അങ്ങനെ ഫോണും മേടിച്ച് ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് തിരിച്ചുപോയി. മമ്മി അവിടെ ഇസുവായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. മമ്മീനോട് ചോദിക്കാൻ പോലും പറ്റിയില്ല എങ്ങനെയുണ്ടായിരുന്നു മ്യൂസിയം എന്ന്. ഫോൺ കാണാണ്ടായതിന്റെ ടെൻഷനിലായി പോയി ഞങ്ങള്. മമ്മി ഒറ്റയ്ക്ക് അടിപൊളിയായിട്ട് മാനേജ് ചെയ്തു കേട്ടോ. മമ്മീനെ ഒറ്റയ്ക്കാക്കി പോയതിന്റെ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു, പക്ഷെ മമ്മിക്കൊരു കൂസലും ഇല്ലായിരുന്നു. ഇനിയിപ്പം ഞങ്ങളെങ്ങും കയറാൻ നിൽക്കുന്നില്ല, നേരെ സണ്ടർലാൻഡിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടാലേ ഒരു 7-7:30 ആകുമ്പോഴത്തേക്കും വീട് പിടിക്കാൻ പറ്റുള്ളൂ. വഴിയിൽ ഇവിടെ ഒരു അമ്മച്ചി അണ്ണാനും പ്രാവിനും ഒക്കെ തീറ്റ എടുത്തോണ്ടിരിക്കുക. ബൈ എഡിൻബ്രോ. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. കടലമിഠായി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, എൻ്റെ ഫേവറേറ്റ് സ്നാക്സ് ആണ് കടലമിഠായി, എള്ളുണ്ടയൊക്കെ. കടലമിഠായിന് ചില നാട്ടുകാർ കപ്പലണ്ടി മിഠായി എന്നാ പറയുക. ഇപ്പം ഈ ബോക്സിൽ കണ്ടില്ലേ, തെക്കൻസ് കപ്പലണ്ടി മിഠായി. നമ്മൾ ചിലപ്പം വടക്കൻസ് ആയതുകൊണ്ടായിരിക്കാം. ബ്രേക്ക് ആവശ്യമായതുകൊണ്ട് വന്ന പോലെ തന്നെ പോകുമ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് പോണത്. ഈ വഴികളിൽ കാണുന്ന മഞ്ഞ ഇലകൾ ഇപ്പം കാണാൻ നല്ല രസമല്ലേ? ഒരു നവംബർ-ഡിസംബർ മാസമൊക്കെ ആകുമ്പം ഈ മരങ്ങളൊക്കെ ഉണക്ക ചുള്ളി പോലെയാവും. അതൊരു ശോക സീനാട്ടോ. ഈ റൈറ്റ് സൈഡിൽ തടാകം പോലെ തോന്നുന്നത് എന്തോ ഒരു കൾട്ടിവേഷൻ ഇവിടുത്തെ കർഷകർ മൂടിയിട്ടിരിക്കുന്ന കേട്ടോ. ഇവിടെയൊക്കെ അധികവും കൃഷിക്കാരാണ്. നോ ഫാമേഴ്സ്, നോ ഫുഡ്, നോ ഫ്യൂച്ചർ, അങ്ങനെ ഒരു സ്ലോഗൻ ഞാൻ വഴി കണ്ടായിരുന്നു. നിങ്ങളിത് കാണുക, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. റൗണ്ട് മഴവില്ല്. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ടാട്ടോ മഴവില്ല് ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. മഴവില്ലിൻ്റെ ചെറിയ പോഷനൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു മഴവില്ല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇത് റൗണ്ട് മഴവില്ലാണ്. ഇപ്പം നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇതൊരു ഹാഫ് സർക്കിളായിട്ട് കാണുന്നത്. നമ്മൾ കുറച്ച് ഉയർന്ന പ്രദേശത്തായിരുന്നെങ്കിൽ നമുക്ക് ഫുൾ സർക്കിളും കാണാൻ പറ്റിയേനെ.
ഉയർന്ന പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പാറക്കെട്ടിന് മുകളിൽ കയറിയൊന്നും പറ്റത്തില്ല. വലിയക്കോട്ട മലയുടെ മുകളിലായിരിക്കണം, അല്ലെങ്കിൽ വല്ല ഫ്ലൈറ്റിലും ആയിരിക്കണം. ഈ മഴവില്ലൊരു പ്രതിഭാസം തന്നെയാണല്ലേ. അത് കാണുമ്പോൾ ഒരു സന്തോഷവും യൂണിവേഴ്സിൻ്റെ ഓരോ മാജിക്കേ. എൻ്റെ ഈ പിള്ളേരെ പോലെയുള്ള സന്തോഷം കണ്ടിട്ട് മാക്സിമം കുറച്ച് നേരം വണ്ടി സൈഡാക്കി മഴവില്ലൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ സണ്ടർലാൻഡേ പുതിയൊരു മലയാളി റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, സ്വാദ്. അവിടെ നിന്ന് പൊതിച്ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് വീട്ടിൽ ചെന്നിട്ട് ചൂടോടെ കഴിക്കണം. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ ബൈ.